ഹായ്, ഫെല്ലോ സിനിഫയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ ഒട്ടാകെ തുടരെ നടക്കുന്ന കൊലപാതകങ്ങൾ, ഇതിനൊക്കെ പിന്നിൽ ഒരു സംഘടനയാണെന്നാണ് ഹയർ ഒഫീഷ്യൽസ് ഇപ്പോൾ സസ്പെക്ട് ചെയ്യുന്നത്. കാരണം വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മേർഡേഴ്സാണ് ഇവിടെ നടക്കുന്നത്. എല്ലാത്തിൻ്റെയും പാറ്റേൺ ഏകദേശം സിമിലറാണ്. കുടുംബങ്ങളെ വധിച്ചതിന് ശേഷം അവിടെയുള്ള സമ്പത്ത് കൈക്കലാക്കുക. അപ്പോൾ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെ എങ്ങനെയാണ് ഇവർ കണ്ടുപിടിക്കുക? ലോക്കൽ ഓഫീസേഴ്സൊക്കെ ഇതിനെപ്പറ്റി വിസ്തരിച്ച് മനസ്സിലാക്കി ഒരു ഘടകം എത്തിയപ്പോൾ തന്നെ പലരും ഇങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ ഒരു പരിധിവരെ ജസ്റ്റ് ഒന്ന് പിന്നോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹയർ ഒഫീഷ്യൽസിന് ഈ ആകെയുള്ളൊരു പിന്തുണ ഡിറ്റക്റ്റീവ് ജേക്കബ് തന്നെയായിരുന്നു. കണ്ണ് മറക്കാനായി കറുത്ത കൂളിംഗ് ഗ്ലാസും ഇസ്തിരിയിട്ട ബ്രൗൺ ലെതർ ജാക്കറ്റും കറുത്ത പോളിഷ്ഡ് ബൂട്ട്സും ധരിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തേക്ക് കയറി വരുന്നു. ഈ ഒരു കൊലപാതകങ്ങൾ നടന്ന ആദ്യ സ്ഥലങ്ങളിൽ, അതായത് 12 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഘടനയുടെ വിക്ടിംസിൻ്റെ വീടുകളിൽ പോയി അദ്ദേഹം പരിശോധിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് ചോദിക്കുന്നു, എന്തിനാണ് ഇത്രയും പണ്ടത്തെ സ്ഥലങ്ങളിൽ പോകുന്നത്, മറിച്ച് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സ്ഥലങ്ങളിൽ പോയാൽ പോരെ എന്ന്. അപ്പോൾ ജേക്കബ് പറയുന്നു, അവർ സ്മാർട്ട് ആവാത്ത കാലത്ത് അവർ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ ഏറ്റവും ലെസ് സ്മാർട്ടായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ച കാലമായിരിക്കും അതെന്ന്. അതുകൊണ്ട് അവിടെ നിന്നായിരിക്കണം നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുകയെന്ന്. അങ്ങനെ അവിടെ പോയി 7 സൈറ്റുകൾ പരിശോധിക്കുന്നു. അവിടെ നിന്നൊന്നും ഒന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് 8ാമത്തെ സ്ഥലത്ത് നിന്ന് ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഒരു ബ്ലാക്ക് ബാഡ്ജ് കിട്ടുന്നു. ആ ബാഡ്ജ് ഒരു പ്ലെയിൻ ബാഡ്ജാണ്, അതിലൊന്നും എഴുതിയിട്ടില്ല. സംഭവം ഇതൊന്ന് ഉരಸಿ നോക്കിയപ്പോൾ തന്നെ ജേക്കബിന് മനസ്സിലായി അത് വളരെ റെയർ ആയിട്ടുള്ളൊരു മെറ്റൽ ആയിരിക്കണമെന്ന്. അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി അതൊന്ന് കത്തിച്ച് നോക്കുന്നു, കൂടാതെ ഒന്ന് ഫ്രീസ് ചെയ്തു നോക്കുന്നു. അങ്ങനെ ആൾ ഉറപ്പിച്ചു ഗാൽവൺ എന്ന് പറയുന്ന ഒരു റെയർ മെറ്റലാണ് അതെന്ന്. ഈ മെറ്റൽ ഈ ഒരു സ്ഥിതിയിൽ മാനുഫാക്ചർ ചെയ്ത് മെൽറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയൽ കമ്പനി മാത്രമേ ഇന്ത്യയിലുള്ളൂ. അത് ശരവണാസ് എന്ന് പറയുന്ന കേരളത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അങ്ങനെ അവർക്ക് ഏകദേശം ഉറപ്പിക്കാൻ സാധിച്ചു കേരളത്തിലാണ് ഇതിൻ്റെ മെയിൻ ഹബ്ബ് തുടങ്ങിയിട്ടുള്ളത് എന്ന്. അദ്ദേഹം ഡിറ്റക്റ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സീക്രട്ട് ഗവൺമെൻറ് ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് സാലറി ട്രിപ്പിളായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രൊമോഷൻ ലഭിക്കുകയാണ്. വളരെയധികം സന്തോഷം ഉള്ളിലുണ്ടെങ്കിലും അതൊരു പുഞ്ചിരിയിൽ ഒതുക്കി സർട്ടിഫിക്കറ്റ് നെഞ്ചിൽ പിടിച്ചുകൊണ്ട് ബൈക്കിൽ കത്തിച്ച് കയറി തൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അമ്മയും അച്ഛനും അനിയത്തും പണ്ട് തന്നെ ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ വളരെ കഷ്ടകരമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു ഏട്ടനും താനും ഇത്രയും കാലം ജീവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രൊമോഷൻ അദ്ദേഹത്തിന് അത്രയും പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. അദ്ദേഹം വീട് മുഴുവൻ അരിച്ചു പെറുക്കുന്നു. ഏട്ടനെ എവിടെയും കാണാനില്ല. അയൽവാസികളോടും അന്വേഷിക്കുന്നു, അവർക്കും ഒരു ഐഡിയയുമില്ല. ടെലിഫോണുകളിൽ തൻ്റെ ഏട്ടനെ അറിയുന്ന കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കുന്നു, എന്നാൽ അവർക്കും ഒരു ഐഡിയയുമില്ല. വളരെയധികം പരിഭ്രാന്തനായ അദ്ദേഹം പിന്നീട് തൻ്റെ ഏട്ടനെ കണ്ടുപിടിക്കുക എന്ന ഒരേ ഒരു മിഷനോടെ പിന്നീട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ 1 വർഷം പോയിട്ടും അദ്ദേഹത്തിന് ഇതിൽ നിന്ന് പിന്മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു സുഹൃത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തുന്നതിൻ്റെ ഇടയിൽ താൻ ഒരു DNA റിപ്പോർട്ട് കണ്ടുവെന്നും അത് ജേക്കബിൻ്റേതായി വളരെ സാമ്യമാണെന്നും ജേക്കബിൻ്റെ ഏട്ടനാവാൻ അതിന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് ജേക്കബ് പരിഭ്രാന്തതയോടെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. തൻ്റെ ഏട്ടൻ തന്നെയാണെന്ന് മുഖം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഏട്ടനെ വറി ചെയ്തതിന് ശേഷം തൻ്റെ യൂഷ്വൽ ഡിറ്റക്റ്റീവ് ആക്ടിവിറ്റീസിലേക്ക് താൻ പിന്നീട് പിന്മാറുകയാണ് ചെയ്തത്. ഇതൊക്കെ ജേക്കബ് തൻ്റെ സ്മോൾ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് ടീംമേറ്റ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലി ഇത് ഏകദേശം പതറാതെ കേട്ടുവെങ്കിലും മുഹമ്മദും ഷാരോണും ആശ്ചര്യത്തോടെയാണ് ജേക്കബിനെ നോക്കുന്നത്. ജേക്കബ് താനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാമെന്ന് പറയുന്നു. അപ്പോഴാണ് ഒരു ഡോറിൽ നോക്ക് വീഴുന്നത്. എന്താണെന്ന് നോക്കാനായി മുഹമ്മദ് സെൻട്രൽ ഹാളിലേക്ക് ഓടിച്ചെല്ലുന്നു. ഡോർ തുറക്കുന്നതും ഒരു വെടിയുണ്ട കേൾക്കുന്നതും ഒരുമിച്ചായിരുന്നു. ഷാരോണും അലിയും ഒന്ന് പതറിപ്പോകുന്നു. അതിന് പിന്നാലെ വരുന്നത് 10 പേരടങ്ങുന്ന കറുത്ത വസ്ത്രം ധരിച്ച ഒരു സംഘം തന്നെയായിരുന്നു. കരാട്ടെ പഠിച്ച അലി ഏകദേശം പതറാതെ അവരുടെ മുമ്പിൽ നിന്നുവെങ്കിലും ഷാരോണ് അവരുടെ കൈയോഗത്തിന് മുൻപിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഒരു തോക്കും പിടിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് വരുന്നത്. ഷാരോണും അലിയും എന്തൊക്കെ കഷ്ടപ്പാട് നടത്തിയിട്ടും അവരുടെ 2 പേരുടെയും ശരീരങ്ങളിലേക്ക് തോക്ക് തുളച്ച് കയറുകയാണ്. ശബ്ദങ്ങൾ കേട്ട് ജേക്കബ് കുറച്ച് പതറിക്കൊണ്ട് തന്നെ മുകളിലത്തെ നിലയിൽ നിന്ന് ഓടി വരികയാണ്.
ഇവരുടെയൊക്കെ ശരീരങ്ങൾ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ജേക്കബ് തീ ജ്വാലിക്കുന്ന കണ്ണുകളുമായി അവരെ നോക്കി. അവരൊന്ന് പതറി. തൻ്റെ തോക്കെടുത്ത് 7 ഉണ്ടകൾ വെടിയുതിർത്തുന്നു. 7 അവരുടെ തലകളിൽ തന്നെ കൊള്ളുന്നു. ബാക്കിയുള്ള 3 പേരെ അദ്ദേഹം അടിച്ച് ഒരു പരുവം തന്നെ ആക്കുന്നു. ചോരകൾ കൊണ്ടുള്ള ഒരു കളി തന്നെയായിരുന്നു അത്. പിന്നീട് തങ്ങളുടെ കൂട്ടുകാരുടെ ജീവൻ വളരെയധികം ക്രിട്ടിക്കലായൊരു സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കി ജേക്കബ് പെട്ടെന്ന് തന്നെ എമർജൻസി നമ്പറിൽ വിളിക്കുകയാണ്. അങ്ങനെ അവരൊക്കെ ഏകദേശമൊക്കെ ഒരു സ്ഥിതിയിൽ ജീവനോടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇൻസ്റ്റിങ്ഷൻ സ്കിൽസ് ഉള്ളത് കൊണ്ട് തന്നെ ആരുടെയും കഴുത്തിലോ ഹൃദയത്തിലോ തലയിലോ ഒന്നും വെടി ഉതിർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലാണ് അവരുണ്ടായിരുന്നതെങ്കിലും ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ ICUവിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ പുറത്തു നിന്ന് ജേക്കബ് ഒന്ന് ചിന്തിക്കുകയാണ്. ഇത്രയും കാലം അവർ ഓടി നടന്ന് പരിശോധിച്ചിരുന്ന മാർഗങ്ങളൊക്കെ അതിലൊരു പരിധി വരെ ഉള്ളതൊക്കെ ചിലപ്പോൾ ഓർഗനൈസേഷൻ്റെ തിരിച്ചുവിടൽ മാത്രമായിരിക്കണം. ഇത്രയും കാലം അവർ പ്രവർത്തിച്ചത് ഓർഗനൈസേഷൻ്റെ പപ്പറ്റ്സ് പോലെ അവർ ആഗ്രഹിച്ച രീതിയിലായിരിക്കണമെന്ന് ജേക്കബിന് മനസ്സിലാക്കുന്നു. 10 ദിവസം അവരുടെ ജീവന് വേണ്ടി കാത്തു നിന്നുകൊണ്ട് ഡിറ്റക്റ്റീവ് ജേക്കബ് അങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരുടെയും സ്ഥിതി ഏകദേശം നല്ല രീതിയിലായതിനു ശേഷം അവരവരുടെ ഡിറ്റക്റ്റീവ് ആക്ടിവിറ്റീസിലേക്ക് മുന്നോട്ട് പോവുകയാണ്. യാത്രക്കിടയിൽ അവർ പരസ്പരം മനസ്സിലാക്കുന്നു. ഷാരോണിനും മുഹമ്മദിനും സ്വന്തമായി കുടുംബങ്ങളുണ്ട്. അലിക്ക് ഒരു ഭാര്യയും കുഞ്ഞുമുണ്ട്. ജേക്കബിന് ഒരു ഭാര്യയുണ്ട്, പേര് ലിയാന എന്നാണ്. പക്ഷേ അവർ തമ്മിലുള്ള കുടുംബ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. ജേക്കബ് തൻ്റെ ഡിറ്റക്റ്റീവ് ആക്ടിവിറ്റീസിൽ കൂടുതൽ ഏർപ്പെടുന്നത് കൊണ്ട് ഭാര്യയുമായി അധികം സമയം ചിലവഴിക്കുന്നില്ല എന്നതായിരുന്നു അവർ തമ്മിലുള്ള കലഹങ്ങൾക്ക് ആരംഭം കുറിക്കാറുള്ളത്. അലി പറഞ്ഞിരുന്നു, ഒന്ന് ലിയാനയെ വിളിച്ചു നോക്ക്, നല്ല രീതിയിൽ സ്നേഹത്തോടൊന്ന് സംസാരിച്ചു നോക്ക്, ചിലപ്പോൾ നിങ്ങളുടെ സ്ഥിതി നല്ല രീതിയിൽ വന്നേക്കാം എന്നൊക്കെ. പക്ഷെ ജേക്കബ് അതിനൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. താൻ അടിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ ഒരു ബോസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു തോക്കുണ്ടായിരുന്നത്. അവരിൽ നിന്ന് ഒരു ഫോൺ എടുത്തിട്ട് അതിൽ ഒരു നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ കോൾസ് വന്നതായി ശ്രദ്ധിക്കുന്നു. ആ നമ്പറിന് ഒരു പേരുണ്ടായിരുന്നില്ല, വെറും നമ്പർ മാത്രമേ അതിൽ സേവ് ആയിട്ടുള്ളൂ. ആൾ അതിലേക്കൊന്ന് വിളിച്ചു നോക്കുന്നു. വിളി വന്ന് റിങ് ചെയ്യുന്നത് തൻ്റെ സ്വന്തം ഫോണിലേക്കാണ്. ജേക്കബ് വളരെയധികം പതറിക്കൊണ്ട് തന്നെ മുന്നോട്ടും പിന്നോട്ടും ഒരു ഭ്രാന്തനെ പോലെ നോക്കി കളിക്കുകയാണ്. ഷാരോൺ വഹിച്ചിരുന്ന ആ വാഹനത്തെ ലോറി പിന്നോട്ട് നിന്ന് നല്ല രീതിയിലൊന്ന് ഇടിക്കുകയാണ്. ഗ്ലാസുകളൊക്കെ ചിതറിപ്പോകുന്നു. ഇവരുടെ കൈകളിലും കാലുകളിലും ഒക്കെ മുറിവുകൾ വീഴുകയാണ്. അലിയുടെ കാല് ഒന്നാമത് നല്ല രീതിയിൽ മുറിഞ്ഞു നിന്ന ഒരു സ്ഥിതിയിലായിരുന്നു. വെടിയുണ്ട കൊണ്ടതും അതേ കാലിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അലിയോട് 35 എന്ന ശബ്ദത്തിൽ പറഞ്ഞ് അവർ 3 പേരും കാട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. പക്ഷെ അവർ ഏറെ വൈകിപ്പോയിരുന്നു. ആ ലോറിയിൽ നിന്ന് 20 കണക്കിന് കറുത്ത വസ്ത്രം ധരിച്ചിരുന്ന ആൾക്കാരെ അവരെ പിടിക്കാനായി പോകുന്നു. തടിച്ചുകൂടിക്കൊണ്ട് തന്നെ അവർ പിടികൂടുകയും ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയും ഒരു ഇരുണ്ട മുറിയിൽ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു. പക്ഷേ അവരെ എളുപ്പത്തിൽ മരണം എന്ന മാർഗത്തിലേക്ക് നയിക്കുക എന്നതിന് മറിച്ച് അവർ ടോർച്ചർ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചെങ്ങലകളും കത്തികളും വടികളും കൊണ്ട് ഇവരെ മുറിവേൽപ്പിക്കുകയാണ്. ചോരയിൽ കുളിച്ച കാലുകൾ കൊണ്ട് അവർ വേദനിച്ച് പുളയുകയാണ്. കണ്ണിൽ ഒരു ദയ പോലും ഇല്ലാത്ത അവർ ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു കൂട്ടുന്നു. പെട്ടെന്നൊരു തഡ് ശബ്ദം കേൾക്കുന്നു. അവരൊന്ന് പതറുന്നു. ഡിറ്റക്റ്റീവ് ജേക്കബ് നല്ല രീതിയിൽ അട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങുന്നു. പാനിക്കായ ഒരു കറുത്ത വസ്ത്രക്കാരൻ മറ്റൊരു കറുത്ത വസ്ത്രക്കാരനോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് അവനെ കൊന്നുകൂടാ എന്ന്. വളരെ കിഴറിയ ശബ്ദത്തോടെയാണ് അവനിത് ചോദിക്കുന്നത്. തിരിച്ച് ഉത്തരം പറയുന്നു, ഇത്തരത്തിൽ നമ്മൾ ഇവനെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവനാണ് പിന്നെ റിസ്കിലാവുക. ഇപ്പോൾ ഇവൻ അനുഭവിക്കുന്നതിനും ഇരട്ടിയാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. കാരണം ബോസ് നമ്മളോട് പറഞ്ഞ നിയമങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഇവനെ വധിക്കരുത് എന്നുള്ളത്. ഈ സംഭാഷണം ജേക്കബിൻ്റെ ഉള്ളിലും ഒരു തലപുകഞ്ഞ ചിന്തയിലേക്ക് നയിക്കുകയാണ്. എന്താണ് അവർക്ക് എന്നിൽ നിന്ന് വേണ്ടത്? എന്തുകൊണ്ടാണ് എന്നെ വധിക്കരുതെന്ന് ഇവരുടെ ബോസ് പറഞ്ഞത്? ആരാണ് ഇവരുടെ ബോസ് എന്നൊക്കെ അവൻ തലപുകഞ്ഞ് ചിന്തിക്കുന്ന സമയം തന്നെയാണ് ഇടിച്ച് കയറിക്കൊണ്ട് ഒരു ലംബോർഗിനി വാഹനം ആ ഒരു മുറിയിലേക്ക് കയറി വരുന്നത്. അതിൽ നിന്ന് കയറി വരുന്നത് കബീർ എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് സൊസൈറ്റിയുടെ ബോസും കൂടാതെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ അലിയുമാണ്. സംഭവം അലിയോട് 35 എന്ന ആംഗ്യം കാണിച്ച് ജേക്കബ് പറഞ്ഞത് ഡിറ്റക്റ്റീവ് സൊസൈറ്റി അറിയിക്കൂ എന്നതാണ്.
അങ്ങനെ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിലെ കബീർ ഇതറിയുകയും തൻ്റെ ലൊക്കേഷൻ പിന്നീട് ജേക്കബിൻ്റെ ഫോണിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കബീർ ഇവിടെ എത്തുന്നത്. പിന്നീട് അവിടെ നടക്കുന്നത് ചോരക്കളിയാണ്. ബ്ലഡി ആൻഡ് ബ്രൂട്ടൽ ഫൈറ്റ് സീക്വൻസ്. ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ്റെ ഇടയിൽ അവർ 5 പേരും കൂടി അവരെ ഒരു വിധത്തിൽ തന്നെ അടിച്ചിടുന്നു. പിന്നീട് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. അടിച്ചിട്ട ആൾക്കാർക്കൊക്കെ ഉണ്ടാവുന്ന കോമൺ കോണ്ടാക്ട്സ് ഒക്കെ കണ്ടുപിടിച്ച് അതിൻ്റെയൊക്കെ സെൻട്രൽ പോയിന്റ് ഏതാണെന്നാണ് ഇനി ഇവർക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ സെൻട്രൽ പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. കാരണം ഡിറ്റക്റ്റീവ് സൊസൈറ്റിക്കുള്ളത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ലൊക്കേഷണൽ ട്രാക്കിംഗ് എക്വിപ്മെൻറ്റ്സ് ആണ്. ഈ ഒരു ട്രാക്കിംഗ് ഡിവൈസ് അവരെ നയിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ്. അവിടെ ഗുഹ പോലുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു സെൻട്രൽ പോയിന്റ് നിൽക്കുന്നത്. അങ്ങനെ അവർ അങ്ങോട്ട് ഇടിച്ച് കയറുകയാണ്. സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉള്ളോട്ടുള്ള പ്രദേശങ്ങളിലുണ്ടെങ്കിലും അവസാനം അവരെയൊക്കെ അടിച്ചിട്ട് സെൻട്രൽ പോയിന്റിലേക്ക് അവർ എത്തുകയാണ്. അതൊരു ചെറിയ ഓഫീസാണ്. അവിടെ അവരുടെ ബോസ് ഇരിക്കുകയാണ്. ബോസ് ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ട്. വെള്ളയും കറുപ്പും കലർന്ന ഒന്നായിരുന്നു അത്. മുഖംമൂടി ധരിച്ച ആ മിസ്റ്റീരിയസ് ഫിഗർ വേണ്ട വേണ്ട എന്നൊക്കെ ശബ്ദത്തിൽ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ജേക്കബ് തൻ്റെ പാൻറിൽ നിന്ന് ഒരു തോക്കെടുത്ത് 3 പ്രാവശ്യം തലയിലേക്ക് തന്നെ വെടിയുതിർത്തുന്നു. അങ്ങനെ അയാൾ നിലം പതിച്ച് താഴെ വീഴുന്നു. എല്ലാവരും ആശ്ചര്യത്തോടെയാണ് ജേക്കബിനെ നോക്കുന്നത്. എന്നാൽ ജേക്കബ് മുന്നോട്ട് പോയി മുഖംമൂടിക്ക് പിന്നിൽ ആരാണെന്ന് നോക്കാനുള്ള ശ്രമം നടത്തുന്നു. മുഖംമൂടി അഴിച്ചു മാറ്റുന്ന സന്ദർഭം തന്നെ അദ്ദേഹം ഒരു കാല് പിന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പരിഭ്രാന്തനായ കണ്ണുകളോട് നിൽക്കുന്ന ജേക്കബിനെ നോക്കി അലി ചോദിക്കുന്നു, എന്താണ് സംഭവമെന്ന്. ഇടറിയ ശബ്ദത്തോടെ ജേക്കബ് തിരിച്ചു പറയുന്നു, അതെന്റെ ഏട്ടനാണെന്ന്.